അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മധുര വരെ വന്ന വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ബാക്കി നമ്മൾ ഇന്ന് അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയി കണ്ണിൻ്റെ ടെസ്റ്റ് കാര്യങ്ങൾക്ക് പോവുകയാണ്. നിങ്ങളിൽ പലർക്കും ഈ വീഡിയോ ചിലപ്പോൾ ഉപകാരപ്പെടും. കാരണം ഐ ഹോസ്പിറ്റലിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മധുര മീനാക്ഷി കോവിലൊന്ന് പോകാൻ അടുത്ത് വരെ ചെല്ലുന്നുണ്ട്. അതിൻ്റെ അവിടെ മധുര മീനാക്ഷി കോവിലും പരിസരവും അതുപോലെ തന്നെ മാർക്കറ്റ് ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളാണ്. ഇതാണ് മധുര മീനാക്ഷി അമ്മനാണ് ഈ നിൽക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ താമസ സ്ഥലത്ത് നിന്നും രാവിലെ 7 മണിയായപ്പോൾ ഐ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. നമ്മൾ താമസിക്കുന്ന മധുര ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്നും കുറച്ച് ദൂരമേ ഉള്ളൂ നമ്മുടെ ഐ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. അത് നോക്കിക്കേ, നേരം വെളുത്ത് 7 മണി ആയതേ ഉള്ളൂ. ഓരോരുത്തരും അവരവരുടെ ജോലികൾ ചെയ്യുന്ന നോക്കിക്കേ. തെരുവിൽ പിന്നെ പെണ്ണുങ്ങളും ആണുങ്ങളും വയസ്സ് ചെന്ന വൃദ്ധർ വരെയാണ് ഓരോ കച്ചവടങ്ങൾ ചെയ്യുന്നത്. കണ്ടോ, പച്ചക്കറികൾ, ഫ്രൂട്ട്സുകൾ, തേങ്ങ, പിന്നെ എന്തെല്ലാം, കുറച്ച് പൂ വേണമെങ്കിൽ അവരതും കൊണ്ടുവന്ന് കെട്ടിവെച്ചിട്ട് വിൽക്കുകയാണ്. അപ്പോൾ നമ്മളിതാ അരവിന്ദ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട്. ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നും ഏതെല്ലാം ഭാഷക്കാരാണ് ഈ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതെന്നറിയാമോ? നമ്മളും രാവിലെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മധുരയിലെ ഐ കെയർ ഹോസ്പിറ്റൽ, അരവിന്ദ് ഹോസ്പിറ്റലാണിത്. ഇത് ഒരു നേത്രരോഗ ആശുപത്രികളുടെ ഒരു ശൃംഖലയാണ് കേട്ടോ. നമ്മളിതാ ന്യൂ രജിസ്ട്രേഷൻ കൗണ്ടറിൻ്റെ അവിടെ വന്ന് നിൽക്കുവാണ് കേട്ടോ. ഇതാണ് ഹോസ്പിറ്റൽ. 100 രൂപ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്തിട്ട് ഒരു ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുത്ത് നമുക്ക് ഇവിടെ നിന്ന് നമ്മൾക്കൊന്നും അറിയണ്ട. ഇവർ തന്നെ ഇവിടെ നിന്നൊരു ആൾ നമ്മളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് എല്ലാ ചികിത്സകളും, സ്കാനിങ്, കമ്പ്യൂട്ടർ ടെസ്റ്റ് എല്ലാം ഫ്രീ ആയിട്ടാണ്. 100 രൂപ മുടക്കിയാൽ മതി. 1976 ഡോക്ടർ ഗോവിന്ദപ്പ വെങ്കടസ്വാമിയാണ് മധുരയിൽ ഈ സ്ഥാപനം സ്ഥാപിച്ചത്. ഇത് നേത്ര ആശുപത്രികളുടെ ഒരു ശൃംഖലയായി ഇപ്പോൾ വളർന്ന് പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. അവിടെ പേര് പിടിച്ചിട്ടുണ്ട്, അങ്ങോട്ട് പോകാനായിട്ട് ഇതായിരിക്കും കേട്ടോ. അങ്ങാറ്റത്ത് വന്ന് ഇങ്ങനെ ക്യാബിൻ തിരിച്ചിട്ടിരിക്കുകയാണ്. പപ്പായ്ക്ക് 71ാമത്തെ ക്യാബ്, 71അല്ല 72ാമത്തെ ക്യാബിനാണ് കിട്ടിയിരിക്കുന്നതായിരിക്കും. അടുത്ത ഊഴം പപ്പ വിളിക്കും. പപ്പായുടെ പേര് വിളിച്ച് പപ്പാകത്തേക്ക് പോയിട്ടുണ്ട്. ഓരോരോ സെക്ഷനിലും ചെക്കപ്പുകളും കാര്യങ്ങളും എല്ലാം. അത് ഈ ഓരോ സ്റ്റാഫിൻ്റെയും നമ്മളോടുള്ള ബഹുമാനവും നമ്മളോടുള്ള എളിമയും, അത് നമ്മുടെ കേരളത്തിലുള്ള, അതായത് കസേരയിലേക്ക് അധികാരത്തിൻ്റെ കസേര കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് തൂപ്പ് ജോലി മുതൽ തലപ്പത്ത് വരെയുള്ളവരുടെ അവർ കണ്ടുപഠിക്കേണ്ടതാണ്. സ്കാനിങ്ങും ടെസ്റ്റുകളും എല്ലാം നമ്മൾ ഒരു പാവ പോലെ അവരുടെ പുറകെ ചെന്നാൽ മതി. ഓരോരോ ക്യാബിനിലും അവർ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളെ സംതൃപ്തിയായിട്ട് നമുക്ക് ചെലവ് 100 രൂപ മാത്രമാണ് കേട്ടോ. പാവപ്പെട്ടവരുടെ ഒരു അത്താണി എന്ന് തന്നെ പറയാം ഈ ഐ ഹോസ്പിറ്റൽ കേട്ടോ. കണ്ണിന്റെ എന്ത് പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ഇവിടെ വരാം. പപ്പായും മോനും ടെസ്റ്റും ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുവാണ്. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതുവരെ വെച്ചിരുന്ന അത് തന്നെ വെച്ചേക്കാൻ പറഞ്ഞു. 6 മാസം കഴിഞ്ഞ് ഒന്നുകൂടി വരണം. അച്ചുക്കുട്ടൻ്റെയും കണ്ണിൻ്റെ കംപ്ലീറ്റ് ചെക്കപ്പ് നടത്തി. കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ല, ഞരമ്പിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് തന്നെ, ഈ ഗ്ലാസ് തന്നെ വെക്കാൻ പറഞ്ഞു. അങ്ങോട്ട് കിടക്കുകയാണ് ഹോസ്പിറ്റൽ. വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്ക് ഇവിടെ കേട്ടോ. ഭയങ്കര തിരക്ക്. സുലു വണ്ടി എടുക്കാൻ പോയിരിക്കുക. നമ്മളിപ്പോൾ ഈ കാണുന്ന ഇത്രയും മാത്രമല്ല ഹോസ്പിറ്റൽ, ഒരു വലിയൊരു പുറകിലോട്ടും അതുപോലെ തന്നെ സൈഡിലെല്ലാം കെട്ടിടങ്ങളുണ്ട്. പക്ഷെ ഇവിടെ വീഡിയോ എടുക്കുന്നത് അനുവദനീയമല്ല. ഇവിടെ നടക്കുകയാണ്. അപ്പം ഞങ്ങൾ രാവിലെ 7 മണിക്ക് ഒരു ചായ മാത്രം കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇപ്പം ഏതാണ്ട് 1 മണിയായിട്ടുണ്ട് ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. അപ്പം ഞങ്ങളിനി ഫുഡ് കൂടി കഴിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ട് സുലുക്കുട്ടൻ എന്തായാലും എന്നോട് ചോദിച്ചു മന്തി വേണോ. ഞാൻ പറയും പിന്നെ തമിഴ്നാട്ടിലെ മന്തി സൂപ്പറായിരിക്കും, കളിയാക്കി പറഞ്ഞു. പക്ഷേ ഞങ്ങളെ അവൻ നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. മന്തി കഴിക്കാൻ വേണ്ടിട്ട് വന്നു കേട്ടോ. തൊണ്ട വയ്യ. സൂപ്പർ മന്തി കടയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ആച്ചിയും
സത്യം പറഞ്ഞാൽ ശരിക്കും നമ്മൾ സൗദിയിൽ പോയിട്ടുള്ള നല്ല ഈ മന്തി മാത്രം കിട്ടുന്ന റെസ്റ്റോറൻറ്റുകളുണ്ടല്ലോ, അതിനെ വെല്ലുന്ന അതൊരു ഹെവൻ തന്നെയാണ്. അവർ ആ പേരിട്ടിരിക്കുന്ന അതുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളൊക്കെ ഇങ്ങനെ സൂറത്തുകൾ ഓതിക്കൊണ്ടേയിരിക്കുന്നത്, അത് വലിയ ചെറിയ സൗണ്ടിൽ ഇത് കണ്ട നമ്മുടെ മജിലിസാണ് എല്ലാം നല്ല. അതോ മന്തി വന്നപ്പോഴാണ് ഞാൻ കണ്ണു തള്ളിപ്പോയി. നമ്മുടെ സൗദിയിലെ റൊമാൻസിയയിലെ മന്തിയൊക്കെ തോറ്റു പോകും കേട്ടോ. ശരിക്കും ഗൾഫിലെ ആ ഒരു ഇത് തന്നെയാണ്. പപ്പ വെളിയിൽ നിന്ന് വരുന്നതേ ഉള്ളൂ കേട്ടോ. ഭയങ്കര പേരും പ്രശസ്തിയുള്ള ഒരു പിന്നെ ഹോട്ടലാണ്. നമ്മളിത് തപ്പിപ്പിടിച്ചു വന്നാണ് ലാവി. ഹെവൻ, ഒരു ഹെവനായിട്ട് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. ഖുർആൻ ആയത്തുകളൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി. ഇവിടെ വന്നില്ലായിരുന്നെ നഷ്ടമായേനെ. ശരിക്കും സൗദിയിലെ ആ മോഡൽ തന്നെ അല്ലേ? വെള്ളത്തിൽ ലൈറ്റൊക്കെ കണ്ടല്ലേ, അടിപൊളിയായിട്ടുണ്ടല്ലേ. 2 പിഞ്ഞാണം എടുത്ത് കമത്തി വെച്ചിരിക്കുന്നത് പോലെ. അച്ചി അച്ചി നമ്മളൊരിക്കലും തമിഴ്നാട്ടില് അതും മധുരയില് ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതില് വിളിക്കാൻ പറ്റത്തില്ല. കാരണം രാത്രി വണ്ടി ഓടിക്കാൻ ഒക്കത്തില്ല മോളെ. അത് വേണ്ട, രാത്രി ഓടിക്കണ്ട. രാത്രി എന്തായാലും ഓടിക്കുന്നില്ല. ഞങ്ങളിനി മധുര മീനാക്ഷി കോവിലും സിക്കന്ദർ അവിടെ ഞങ്ങള് നാളെ രാവിലെ എത്തണം. റുക്കുവിന് ഏതാ വേണ്ടേ? ഷാലുവിന് ഏതാ വേണ്ടേ? അയ്യേ കൈ. അതെ, എനിക്ക് തന്നെ എടുക്കാം. ഇതാ കൊള്ളാവോ? കഴിച്ചു നോക്കുക. സ്റ്റാർട്ടർ നമ്മൾ വന്നത് ഇതായില്ല അല്ലയോ? ടിക്ക കഴിച്ച് തീരും മുമ്പ് തന്നെ നമ്മുടെ മന്തി എത്തിയിട്ടുണ്ട്. അടിപൊളി എന്ന് പറഞ്ഞാൽ മണം അടിച്ചിട്ട് നമുക്ക് കൊതി വരികയാണ്, കൊതി വരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങൾ എല്ലാം ഓർഡർ ചെയ്ത് ആദ്യത്തെ ടിക്ക വന്നപ്പോൾ തന്നെ ശാലും റുക്കും വിളിച്ച് അവളുമാരെ ഞങ്ങൾ കൊതിപ്പിച്ച് റെഡിയാക്കി. പിന്നെ മന്തി വന്നു, മന്തി കഴിക്കാൻ പോവുകയാണ്. അടിപൊളി മന്തിയും ചിക്കൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അടിപൊളിയായിരുന്നു. സൗദിയുടെ സ്വകാര്യ അഹങ്കാരമാണ് നമ്മുടെ റൊമാൻസിയ. റൊമാൻസിയയിൽ മന്തി കഴിഞ്ഞിട്ടേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ടുള്ള മന്തികളിൽ റൊമാൻസിയ മന്തി കഴിഞ്ഞിട്ടേ ഉള്ളായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇത് കഴിച്ചപ്പോൾ റൊമാൻസിയായെ കടത്തി വിട്ടു എന്ന് തോന്നി കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. വീണ്ടും ഞങ്ങൾ വാങ്ങിച്ചു, പക്ഷേ അതെല്ലാം കഴിക്കാനൊന്നും പറ്റിയില്ല, കാരണം അത്രയ്ക്ക് ഞങ്ങൾ വിശന്ന് പോയായിരുന്നു. നമ്മുടെ ആച്ചിക്കുട്ടിന് അടുത്ത സാധനം എത്തിയിട്ടുണ്ട്. ആച്ചി ഒരംഗത്തിനുള്ള ബാല്യമുണ്ട്, കഴിച്ചോളൂ കുട്ടി. ലെഗ് പീസ് എടുക്ക്. മന്തിയും റോസ്റ്റഡും ഒക്കെ തട്ടിയിട്ട് ആച്ചിക്കുട്ടൻ മോൻ കുടിക്കും മതി. എടുത്തോ.
നമ്മുടെ ഇളനീർ പുഡിങ്. ഓക്കെ, അതിക്ക് വരെ നമ്മുടെ പപ്പ അതെൻ്റെ പുഡിങ് കഴിക്കാൻ പോവാ. കൊള്ളാവോ? ടെൻഡർ കോക്കനട്ടാ. അതെ, അടി വേണ്ടെന്ന് പറഞ്ഞ ആളാ കോരി തട്ടുന്നുണ്ട് കേട്ടാ. കോവിലുകളാണ് ഇവിടെ. ഇപ്പൊ ഇങ്ങോട്ട് നോക്കിയാല് ഇപ്പോൾ 2:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചാലും രാത്രി ഒത്തിരി ഇരുട്ടും. അപ്പോൾ പിന്നെ കൊടും വളവുകളാണ്, അപകടം പതിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പോകാമെന്ന് തീരുമാനിച്ചു. വൈകിട്ട് നമുക്ക് മധുരമീനാക്ഷി ടെമ്പിളൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് നദിയുടെ ഭാഗത്ത് വന്നപ്പോൾ കുറേ വീഡിയോ ഒക്കെ എടുത്താണ്. അതെല്ലാം ഇതിൽ നിന്ന് പോയി. അപ്പോൾ വൈഗാ നദിക്ക് തെക്ക് ഭാഗത്തായിട്ടാണ് പ്രസിദ്ധമായ മഹാക്ഷേത്രം മീനാക്ഷി സുന്ദരേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മധുര ക്ഷേത്രത്തിൽ ആകെ 14 അലങ്കാര ഗോപുരങ്ങളാണുള്ളത്. ഇവയിൽ ഏറ്റവും വലിയ ഗോപുരം തെക്കേ ഗോപുരമാണേ. കണ്ടോ, പനങ്കിഴങ്ങാണ് ഇത്. ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് ഉമ്മ പോയിട്ട് വരുന്ന സമയത്തെല്ലാം ഇത് ഇഷ്ടംപോലെ നിറയെ വാങ്ങിയിട്ട് വരും. ഈ പച്ചക്കപ്പലണ്ടി പുഴുങ്ങിയതും നമ്മുടെ ഇത് പനങ്കിഴങ്ങാണ് കേട്ടോ. ഒരു 15 എണ്ണം ഉള്ളതിന് 2500 രൂപ. ஓகே பெருவிட்டா இருக்கும். இது வந்து சின்னதா இருக்கும். இது வந்து சாப்பிடுறதுக்கு டேஸ்டா இருக்கும். ஓகே. അക്കാടെ പേരെന്നാ? എൻ പേര് മിന്നലരസി. അപ്പോൾ ഞാൻ രണ്ടെണ്ണം മേടിച്ചിട്ടുള്ളത്. എനിക്കറിയാം. കേരളാവിന്ത് കുട്ടിക്കാലം ചിന്ന വയസ്സില് തമിഴ്നാട്ടിൽ. ആമാങ്ക. അപ്പൊ 15ന്റെ ഒരെണ്ണം 100 രൂപ, 10ൻ്റെത് 100 രൂപ കേട്ടോ. അപ്പൊ 10ൻ്റെ 100 രൂപ പറയുമ്പം നല്ല വലിപ്പമുള്ള കിഴങ്ങാണ്, അതുകൊണ്ടാണ് കേട്ടോ. ചേച്ചി സോറി, ഞാൻ അപ്പുറത്തുനിന്ന് വാങ്ങിപ്പോച്ചു. അതാ കണ്ടോ, നമ്മുടെ ചേച്ചിമാരൊക്കെ ഇത് കച്ചവടം ചെയ്യുക. നല്ല പൈസ. ഇവര് പനം നൊങ്ക് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരത്തില്ല. പനന്തേങ്ങ കിളിപ്പിച്ച് എടുക്കുന്നതാണ് പനംകിഴങ്ങ്. അപ്പൊ ഇത് നല്ല ടേസ്റ്റാണ്. ഇത് കഴിച്ചിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ചക്കപ്പഴം. ഇനി ചക്ക മേടിക്കാൻ പോവാണേ. എല്ലാ സൈഡിലും പള്ളാപ്പളം. ഇതേ കരിമ്പ്. നമുക്ക് തോട്ടത്തിൽ നിന്ന് മേടിക്കാം, അങ്ങോട്ട് പോകുന്ന വഴിക്ക് മേടിക്കാം. കംപ്ലീറ്റ് ഫ്രൂട്ട്സിന്റെ ഒരു കാര്യം ചെയ്യണം. പാത്രക്കടയിലോട്ട് ഇറങ്ങി വേണ്ട മാർക്കറ്റിനകം കേട്ടോ. മധുരൈ മാർക്കറ്റാണിത്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും. പാത്രം എടുക്കും. 20 രൂപ 10 രൂപ കരിക്ക്. നമ്മുടെ നാട്ടിൽ 50 രൂപ ഇവിടുന്ന് കൊണ്ടുവന്നിട്ട്. ഇവിടെ എല്ലാത്തിനും വിലക്കുറവാണ്. ാണ് സാധനങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഭയങ്കര ബ്ലോക്ക്. നിരയായിട്ട് ലോറികൾ കിടക്കുക. എന്തുവാ സൈക്കിൾ റിക്ഷ ഉണ്ട്. പെണ്ണുങ്ങളാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് കുത്തിക്കയറ്റി ഇടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. നേരെയായിട്ട് ലോറികൾ അങ്ങനെ സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്നു, കയറ്റിക്കൊണ്ടിരിക്കുന്നു. ഇപ്പുറത്തെ സൈഡ് കംപ്ലീറ്റ് പാത്രക്കടകളാ, ഇരുമ്പ് പാത്രങ്ങളുടെയൊക്കെ കടകളാ. ത്രാസ്. നമ്മുടെ ലേഖ്യം തൂക്കുന്ന ത്രാസ്. അത് മതി. എനിക്ക് വയ്യ.
എന്തൊരു തിരക്കാണെന്ന് പറഞ്ഞു. അയ്യോ കലങ്ങും. അത് നമ്മൾ മാത്രമല്ല, ഈ ജനങ്ങൾ മൊത്തവും. മാർക്കറ്റ് ഓരോ കുടിസ് റോഡ്, മാർക്കറ്റിനകത്തേക്കുള്ള റോഡുകളാ. ഭയങ്കര മാർക്കറ്റ് കേട്ടോ. ഉണ്ട് ഉണ്ട്. എനിക്കല്ല ഇംഗ്ലീഷ് പറഞ്ഞു തരുമോ? കഷ്ടമുണ്ട്. ഏതിന്റെ അത് ആണോ? ആ രഥമാണ് അതിന്റെ അകത്ത്. വേണ്ട, അതിന്റെ അകത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ? രഥം രഥം അതിനകത്ത് കണ്ടോ? നല്ല ഇതിന്റെ മണോ. ആ സിക്കന്ദർ. ഞാൻ നമ്മുടെ മധുര മീനാക്ഷി ടെമ്പിളിൻ്റെ തെക്കേ ഗോപുരത്തിൻ്റെ ആ ഭാഗത്തായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി ഇങ്ങോട്ട് പോകത്തില്ല, റോഡിൽ ഭയങ്കര തിരക്ക്. അപ്പോൾ പപ്പായും സുലുവും ആച്ചിക്കുട്ടനും കൂടി അവർ പോയി. ഞാൻ ഒരു ഓട്ടോയ്ക്ക് തിരിച്ച് ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കാസ്റ്റ് അയണിൻ്റെ കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കണം. ഇത് നമ്മുടെ തെക്കേനട ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താണ്ട അവിടോട്ട് നടന്നു പോവുകയാണ്. ഇതിനു മുമ്പ് ഞാനിവിടെ വന്നിട്ടുള്ളതാണ്. മധുര അലങ്കാനെല്ലൂർ ജല്ലിക്കെട്ട് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ വാപ്പാട സുഹൃത്ത് ഇവിടെ ഉണ്ടെന്ന് പറയില്ല, അവരുടെ വീട്ടിലേക്ക് ഒരാഴ്ച ഞങ്ങൾ ഇവിടെ വന്ന് താമസിച്ചിട്ട് മധുര മീനാക്ഷി കോവിലും എല്ലാം കണ്ട് കേട്ട് ഇതുപോലൊന്നും അല്ലായിരുന്നു. അന്ന് എന്ത് സ്വാതന്ത്ര്യമാണ്. അന്ന് മോള് വയറ്റിൽ, ശാലിക്കുട്ടന്, റുക്കു അവളുടെ ഉമ്മയുടെ വയറ്റിൽ. ഞങ്ങൾ 2 നാത്തൂന്മാരും എനിക്കായും എല്ലാവരും കൂടി വന്ന് നടന്ന് ഒരുപാട് സമയം, ഒരു ദിവസം ഫുള്ള് നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തതാണ്. ഇതാ നോക്ക്, നമ്മുടെ മുളക് ഇതുണ്ട്. ഇതെന്താ ഇതെന്നാ? അമരപ്പയർ കത്തി, അമരപ്പയർ ഉണക്കി വെച്ചിരിക്കുക വറക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ എല്ലാ സാധനങ്ങളും. പപ്പടം ഓരോന്ന് വറുത്ത് കോരുന്നു. മധുരൈ മീനാക്ഷി അമ്മൻ കോവിലാണ് നമ്മൾ നേരെ കാണുന്നത് കേട്ടോ. ആ എന്താ മോനെ? ആ കിട്ടി അടുത്തെത്തി. അത് ഞകത്തോട്ട് വരണം നിങ്ങൾ കേട്ടോ, കോവിലിൻ്റെ അവിടോട്ട് വരണം. ആ അതെ. അല്ലോ അതെനിക്ക് അതറിയില്ല മോനെ. ഞാൻ ആ നിന്ന സ്ഥലത്ത് വരാം, അല്ലെങ്കിൽ ഇതേ നേരെ നിങ്ങളൊന്ന് ഇതിലേ തന്നെ വണ്ടി വരുന്നുണ്ട്. എന്താ കുന്തിരിക്കുവാണ് സാമ്പ്രാണി. ഓക്കെ ഓക്കെ. ആ ഓക്കെ 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 മോനെ. ജഡാമാഞ്ചി എന്ന് പറയും. ഇത് കണ്ട ജഡാമാഞ്ചി. ഇതന്നെ മുടവാട്ട് സംഭവങ്ങളുണ്ട്. ശംഖ്, നമ്മുടെ കുന്നിക്കുരു. കളറ് മാങ്ങ ഇടുന്ന പോലെ തന്നെ അരിനെല്ലിക്ക എല്ലാം ഉണ്ട്.
സിക്കന്ദർ. അമ്മ ഇരുന്ന് പൂളുന്നുണ്ട, മാങ്ങ പൂളുന്നു. സത്യം ഇങ്ങോട്ട് വരുമ്പോ തന്നെ ഉണ്ടല്ലോ പണ്ടത്തെ ആ ഓർമ്മ വരുമോ കേട്ടോ. അമ്മ മധുര മീനാക്ഷി കോവിൽ. എനിക്ക് ആവശ്യമുള്ള കാസ്റ്റ് അയണിൻ്റെ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങി, കുറേ എന്താ പറയുന്നത്, അപ്പച്ചട്ടി, ദോശത്തവ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറേ വേറെ അല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഉണ്ടമഞ്ഞൾ വാങ്ങിച്ചു. ഞാനൊരു ഓട്ടോറിക്ഷയിൽ കയറി ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. സുലുവിന് വണ്ടി തിരിച്ച് ഇതുവഴി വരാൻ പറ്റാത്ത തിരക്കും പോലീസ് നമ്മളെ ഇങ്ങോട്ട് വിടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, നമ്മൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പൊക്കോ, ഞാൻ അങ്ങ് വന്നേക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഓട്ടോയിൽ, നമുക്കറിയാവുന്ന സ്ഥലമല്ലേ. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ നാട്ടിൽ ദുരഭിമാനം, മലയാളികൾ ദുരഭിമാനികളാണ്. ഒരു തൊഴിലും ചെയ്യത്തില്ല. പരദൂഷണം പറഞ്ഞ് മറ്റുള്ളവരുടെ പച്ചമാംസം കൊത്തി തിന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ തമിഴരിതാ നോക്കിക്കേ, വയസ്സ് ചെന്നവരും ചെറുപ്പക്കാരും പെണ്ണുങ്ങളും മുഴുവനും എന്തെല്ലാം തൊഴിലുകളാണ് അവർ ചെയ്യുന്നതെന്ന് നോക്കിക്കേ. അവർക്ക് ഒരു ആക്ഷേപവും ഇല്ല, ഒരു ദുരഭിമാനവും ഇല്ല. വൈകുന്നേരം ആകുമ്പോൾ അവരുടെ പോക്കറ്റ് നിറഞ്ഞിട്ടാണ് അവർ പോകുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? അവർക്ക് പട്ടിണി വരത്തില്ല, അവർക്ക് ദുരഭിമാനമില്ലാത്തത് കൊണ്ട്. മലയാളി ദുരഭിമാനത്തിൻ്റെ മുകളിലാണ് താമസിക്കുന്നത്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞപ്പോൾ ഇന്ന സ്ഥലത്താണെന്ന് പറയുമ്പോൾ ഞങ്ങളെ ആ ഹോട്ടലിൻ്റെ വാതുക്കത്തിന് കൊണ്ടുവിട്ടു. പപ്പ എന്നെ കാത്തവിടെ നിൽപ്പുണ്ട്. അപ്പം നമുക്ക് ക്ഷേത്രത്തിനകത്തേക്ക് പോകാനൊന്നും പറ്റിയില്ലല്ലോ. അപ്പോൾ വൈകിട്ടൊന്ന് പോകാമെന്നുള്ള പ്ലാനിലാണ്. പപ്പ വരുന്നില്ലെന്ന് പറഞ്ഞു. സന്ധ്യ ആയപ്പോൾ ഞാനും ആച്ചിക്കുട്ടനും സുലുവും കൂടി ഇറങ്ങി. ആച്ചിക്കുട്ടനും ഞങ്ങളെല്ലാവരും കൂടെ വൈകിട്ടൊന്ന് നടക്കാൻ ഇറങ്ങിയതാ. എന്താ തിരക്കെന്നറിയാവോ എൻ്റെ പൊന്നോ. ബീസൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുക. 3 കിലോ 50 രൂപ തക്കാളി കേട്ടോ. തക്കാളി 3 കിലോ 50. 10 രൂപ അതുണ്ട് ഈ കോളിഫ്ലവർ 10 രൂപ. ഈ ചർച്ച് അതിനോട് ചേർന്ന് തന്നെ മുസ്ലിം പള്ളി, അതിനോട് ചേർന്ന് ഉണ്ടോ. ഈ ചർച്ച് കഴിഞ്ഞ് ഒരു ബിൽഡിങ്ങിന്റെ വ്യത്യാസത്തിൽ മുസ്ലിം മോസ്ക് ഉണ്ടോ, അതിന്റെ തൊട്ടപ്പുറത്ത് ക്ഷേത്രം. എന്താ ഭംഗി നോക്ക് നിങ്ങൾ. മേടിക്കാൻ നാളെ വരാൻ. 50 രൂപ 60 രൂപയൊക്കെ ഉണ്ട്. 50 രൂപ 1 കിലോ. ഇതെല്ലാം ഞങ്ങൾ വെറുതെ ഒന്ന് വൈകിട്ട് നടക്കാൻ ഇറങ്ങില്ല. വണ്ടി എടുത്തില്ല. വണ്ടിയും കൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കൂടെ പോകാൻ പാടാണ്. എൻ്റെയാണെങ്കിൽ ഒച്ച അടച്ചിരിക്കുക, അതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ടോ. കണ്ടതാ പള്ളി കണ്ടോ. ഫ്രൂട്ട്സിനും പച്ചക്കറിക്കും ഒക്കെ വളരെ വിലക്കുറവാണ് ഇവിടെ. പൂ കെട്ടി അമ്പലത്തിൻ്റെ അടുക്കലാണിത്, അതുകൊണ്ടാണ് കണ്ടോ പൂജയ്ക്ക് വേണ്ട പൂവുകൾ. നമ്മുടെ കനകാമ്പരം കെട്ടി വെച്ചിരിക്കുന്നുണ്ടോ. പണ്ട് ഒത്തിരി കോലമായി കനകാമ്പര പൂ കണ്ടിട്ട് കണ്ടോ. നമ്മുടെ നാട്ടിൽ ഇത്രയും ഫ്രൂട്ട്സ് കടകളാണ് എവിടെ നോക്കിയാൽ. ചെറിയ ചെറിയ തെരുവാണ്. പഴങ്ങൾ കണ്ട ഏതെല്ലാം തരം പഴങ്ങളുണ്ടെന്ന് നോക്കി. എന്താ പാടേ, എല്ലാം പുഴുങ്ങിയതും. കപ്പ പുഴുങ്ങിയത് കണ്ടോ. കപ്പ പുഴുങ്ങിയത്, മാങ്ങ. നമ്മൾ കപ്പ പുഴുങ്ങിയത് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ റോഡിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, വൈകുന്നേരത്തെ കടിയാണ് കണ്ടോ. അടിപൊളിയില്ലേ. കപ്പ പുഴുങ്ങിയത്. റോഡിൽ നിൽക്കുക, ഇടികൊണ്ടാ തീർന്ന്. ഞാനും ഇവരോടൊപ്പം നടക്കുകയാണ്. അടിപൊളിയാണ് സന്ധ്യക്കലത്തെ ആ ഒരു ഇത് കേട്ടോ. എൻ്റെ പുറകില് പോയിക്കോ. പേരെന്നാ? രമ്യ.
ഇതാ അതാ മധുരക്കാര് തന്നെയാ? വേറെ മലയാളികളാ? ആ ഉണ്ടാവും. ആച്ചി കുഞ്ഞപ്പനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഇപ്പൊ ഇവിടെ പണി പാളിയേനെ കേട്ടോ. ഏത് തരം ശിവ മിൽ സ്റ്റോർ, മില്ലിന്റെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കണ്ട. വരുന്നു ഒരു മില്ല് തുടങ്ങാൻ വേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കണ്ട. മധുര വരുന്നു 150 എന്താ 150 രൂപ ഈ മാക്സി 150. പോയിക്കോ. അതൊന്നും കൊള്ളൂല. 150 ഒരു കാശിനും കൊള്ളത്തില്ല. ഇവിടെയൊക്കെ ഉള്ളവർക്ക് ഇട്ടിട്ട് 1-2 ഇട്ടിട്ട് ദൂരെ കളയും. ഇഷ്ടംപോലെ തുണിക്കടകളുണ്ട് കേട്ടോ. ഓരോ 10 രൂപയ്ക്കാണ് ആ ചെറിയ കൂലിയായിട്ട് വെച്ചിരിക്കുന്നത്. പൊക്കോ കണ്ടോ, എല്ലാത്തരം മെഷീനുകളും ഉണ്ട് കണ്ടോ. അടിപൊളി. തെരുവ് കംപ്ലീറ്റ് ഇങ്ങനെ കണ്ടോ. ഇതെന്താ പൊടിയേ? പൊടി കോലം കിട്ടുന്ന പൊടി. നമ്മൾ രാവിലെ വാങ്ങിച്ച പനങ്കിളങ്ങ് 50 രൂപ, 60 രൂപ, 70 രൂപ, 80 രൂപ. ചവിട്ടികളിലെ ചെരുപ്പ് കട. അതിൻ്റെ എല്ലാ സൈഡില് ചെറിയ കച്ചവടക്കാരും ഉണ്ട്. അതിൻ്റെ അടിയിലോട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പൂക്കളാണ്. പൂക്കളുടെ ഇത് നോക്കിക്കേ, എന്താ ഭംഗി. അടുക്കി വെച്ചിരിക്കുന്നുണ്ടാ. പകലത്തെ മധുരയല്ല, രാത്രിയിലത്തെ മധുര ഉണ്ടോ. എന്താ ഭംഗി. നമ്മള് മീനാക്ഷി കോവിലിന്റെ അങ്ങോട്ട് പോകുന്ന റോഡാണിത്. ആ ഇതല്ലേ മുരുകൻ കോവില്. ഒരു മിനിറ്റ്, ഇത് മുരുകൻ കോവിലാണ് കണ്ട. ദിണ്ടക്കൽ മുരുകൻ സ്വീറ്റ്സ്. ആലുക്കാസൊക്കെ ഉണ്ട്, ജോയി ആലുക്കാസ്. ഒരിക്കൽ പോലും മധുരയിൽ വന്നിട്ടില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നന്നായിട്ട് ആസ്വദിച്ച് കാണൂ. മാങ്ങ പൂളി അടിപൊളിയായിട്ട് വെച്ചിരിക്കുന്നുണ്ട്. കപ്പ പുഴുങ്ങി 1 പീസ് എത്ര? 1 പീസ് 50 റുപ്പീസ് 1 പീസ്. 20. ഓക്കെ. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇങ്ങോട്ട് നടന്നു പോയത്. അകത്തോട്ട് കയറാൻ പറ്റിയില്ലായിരുന്നു. ഇപ്പോൾ ദാണ്ട നമ്മൾ കോവിലിനുള്ളിലേക്ക് പോകും. വേണ്ട 210 kg ഗോൾഡ് കവറിങ് ആണ് ഈ മീനാക്ഷി അമ്മൻ്റെ ഈ ഒരു ഇത്. അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ എൻ്റെ ചിയാപ്പൂന്ന് പറഞ്ഞ ഇത് വാങ്ങിക്കണം, തിരിച്ചു വരുമ്പോൾ മേടിക്കാം. പകലത്തെ മീനാക്ഷി കോവിലിൻ്റെ പകലത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പോൾ അതാ രാത്രിയിലത്തെ സുന്ദരമായ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇതല്ലേ ഭംഗി. കണ്ടോ, എല്ലാ ഐറ്റംസും അച്ഛനെയും അമ്മയും ഒഴിച്ചുള്ള സകല സംഭവങ്ങളും ചീപ്പ് റേറ്റിന് കിട്ടും. പക്ഷെ തുണികളൊന്നും കൊള്ളില്ല കേട്ടോ. വില കുറഞ്ഞ സാധനങ്ങളൊക്കെ വെറും കച്ചറയാണ്. ആ തെങ്ങിൻ്റെ പിണ്ടിയല്ല, തെങ്ങിൻ്റെ കൂമ്പ് വേണോ? തെങ്ങും കൂമ്പാ കേട്ടോ. അത് ശരി. ഇതെങ്ങനെ പീസാ? എത്ര? 30 രൂപ 50 രൂപ ഓരോ പീസാക്കി തരുമോ? അത് ശരി. തെങ്ങിൻ്റെ നമ്മുടെ മണ്ട ഉണ്ടല്ലോ, നമ്മൾ കടിച്ച് തിന്നത്തില്ലേ, ആ സംഭവം വരെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അവര്. കണ്ടോ എൻ്റെ മോനെ.
പച്ച കുത്തുകാരത് ടാറ്റു. അലുവായും ഈത്തപ്പഴവും ഭരണികൾ കണ്ടോ, നല്ല സൂപ്പർ ഭരണികളും ഉണ്ടതാ. ഇത് കണ്ടോ, നല്ല രസമുണ്ട് ഇതിന്റെ പ്ലാസ്റ്റിക്കിന്റെ. എന്റെ പൊന്നെ, ഇത് ഒരു വല്ലാത്ത സംഭവമാണ് കേട്ടോ. പൊയ്ക്കോ പൊയ്ക്കോ, നമുക്ക് അങ്ങോട്ട് പോകുമ്പോ കുറച്ച് പേരൊക്കെ മേടിക്കും അല്ലേ മോനെ? എല്ലാം 200 രൂപയാണ് ഈ ബാഗൊക്കെ. ഏതെടുക്കാൻ 100 രൂപയുടെതാണ് ആയിരിക്കുന്നത്. സന്ധ്യയായപ്പോ നോക്കിക്കേ, ജനങ്ങളങ്ങനെ ഒഴുകുവാണ്. അതെ അതെ അതെ, ഇതാ നോക്കിക്കേ, ഹിന്ദിക്കാരാണ് ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്നത്. എന്തുമാത്രം ജനങ്ങളാണെന്ന് നോക്കിക്കേ. കോവില്, അതെ, നമ്മുടെ ഹരിയാന, UP, രാജസ്ഥാന് ഓരോ സ്ഥലങ്ങളിൽ നിന്നുള്ള ഹിന്ദിക്കാരാണ് മീനാക്ഷി കോവില് സന്ദർശിക്കാൻ ഈ വന്നിരിക്കുന്നത് മുഴുവൻ. ഞാനും, എനിക്ക് ആഗ്രഹമായിരുന്നു ഇവിടെ ഒന്ന് വന്ന് കാണണമെന്ന്. അങ്ങനെയാണ് ശാലുവിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഞാനിവിടെ വന്ന് കണ്ട് കേട്ടു പോയതാണ്. അന്ന് ഇത്രമാത്രം സുരക്ഷാ സംവിധാനങ്ങളും ഒന്നുമില്ലാത്തൊരു സമയത്തായിരുന്നു. അതിനുശേഷം പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും മധുര മീനാക്ഷി കോവിലിലേക്ക് വന്നിട്ടില്ല. അങ്ങോട്ട് പോയപ്പോഴേ നോക്കി വെച്ചതാണിത്. കണ്ടോ, തെങ്ങിൽ ബ്ലേഡ് പോലെ മുറിച്ചിടുന്നത് കണ്ടോ. 30 രൂപയ്ക്ക് എടുക്കുവാണേ. നമ്മുടെ നാട്ടിൽ പട്ടിക്കൂടെ വേണ്ടാതെ കിടക്കുന്ന സാധനം ഇവിടെ അവര് തീ വിലക്കാണ് വിൽക്കുന്നത്. എനിക്ക് വേണം. നില്ല കൈതൊടാ. നീ തിന്നിട്ടില്ലേ ഈ സാധനം? 30 രൂപയാണ് സാധനം. മസാല വേണോ? വേണ്ട വേണ്ട. പണ്ട് നമ്മൾ വന്ന് ഈസി ആയിട്ട് കേട്ട് പോകുന്ന പോലെയല്ല. ഇപ്പോൾ ഭയങ്കര സുരക്ഷാ സംവിധാനങ്ങളൊക്കെയാണ്. മണിക്കൂറുകളോളം ക്യൂ നിൽക്കണം. ഞങ്ങളിഞ്ഞ് പിന്മാറി. അപ്പോൾ തെക്കേ നട ഇതാണ്, തെക്കേ ഗോപുരം. ഞങ്ങൾ ജ്യൂസ് കുടിക്കാനായിട്ട് കയറിയതാ. എനിക്കൊരു പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു, ആച്ചിപ്പൊന്നിന് വാട്ടർമെലൻ പറഞ്ഞു. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ, പിന്നെ മുസമ്പി, ഉടൽ കുളിർപ്പതുക്ക് കേട്ടോ. അടുത്തത് ഉടൽ മിന്നിടും മേനിക്ക് ആപ്പിൾ, ഉടൽ വലിമയ്ക്ക്, വയറ്റ് പുണ്ണ് നീങ്ങാൻ, വയറ്റിലെ പുണ്ണ് നീങ്ങാൻ വേണ്ടി ഇത് നമ്മുടെ മാതള നാരകം. മണിക്കൂറുകൾ നീണ്ട ക്യൂ നിന്ന് ക്ഷേത്രത്തിൻ്റെ ഒക്കെ കണ്ടിട്ട് വരുമ്പോഴേക്കും നേരം വെളുക്കും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്മാറി. നമ്മുടെ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.